മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിഷ്തറ സൗബൻ, ഒരാൾ വസ്ത്രം വാങ്ങി, ബിഅശറ ദറാഹിം, 10 ദിർഹമിന് ഒരാൾ വസ്ത്രം വാങ്ങി, ഫീഹാ ദിർഹമുൻ ഹറാം, ആ 10 ദിർഹമിൽ 1 ദിർഹം ഹറാമാണ്. എന്നാൽ അല്ലാഹു തആല അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല, മാ ദാമ അലൈഹി, ആ വസ്ത്രം അവന്റെ കയ്യിൽ ഉള്ള കാലത്തോളം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സയ്യിദുനാ ഉമർ ബിൻ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, മുത്തനബിയിൽ നിന്ന് ഞാനിത് കേട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ 2 കൈയും ചെവിയിൽ വെച്ചിട്ട് പറയാണ്, ഈ ഹദീസ് ഞാൻ കേട്ടില്ലെങ്കിൽ എന്റെ ചെവി കേൾക്കാത്തവനായി ഞാൻ മാറട്ടെ, ഞാൻ ബധിരനായി മാറട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ കേട്ട ഹദീസാണ് ഇതെന്നാണ് പറയുന്നത്. ധാരാളം സമ്പാദിക്കുമ്പോൾ എങ്ങനെങ്കിലൊക്കെ സമ്പത്ത് ഉണ്ടാവണം ദുന്യാവിൽ എന്ന ലക്ഷ്യമല്ല നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. ആ സമ്പത്തിൽ ഒരു നയാ പൈസ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിൽ വല്ലാഹി നമ്മുടെ ഇബാദത്ത്, നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. വലിയ ഗൗരവമേറിയ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെങ്കിലൊക്കെ സമ്പത്തുണ്ടാവണമെന്ന് ചിന്തിച്ച് ഹറാമോ ഹലാലൊക്കെ നോക്കിയാൽ ഇപ്പൊ നടക്കുവോ, ജീവിക്കണ്ടേ എന്ന ചിന്തയിൽ സമ്പത്തിന്റെ വഴി ഏതാണെന്ന് ചിന്തിക്കാതെ ഏത് നിലക്കും സമ്പത്തുണ്ടാക്കണം, അതിനു വേണ്ടി ഓടിപ്പായണം എന്ന ചിന്തയാണെങ്കിൽ, ഒരു ഹറാമ് നമ്മളിൽ കലർന്നിട്ടുണ്ടെങ്കിൽ, ആ വസ്ത്രമാണെങ്കിൽ ഒരിക്കലും നമ്മുടെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അമൽ സ്വീകരിക്കാതെ റബ്ബിനെ കണ്ടുമുട്ടിയാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് സമ്പാദ്യം പൂർണ്ണമായും ഹലാലായ രൂപത്തിലാക്കണം. അല്ലാഹു തആല ഹലാലിലൂടെ വരുമാന മാർഗങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.